എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോഴ്സസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ഏലിയാവ് യെസബേലിൻ്റെ വെല്ലുവിളി കേട്ടിട്ട് അവിടുന്ന് ഓടിപ്പോകുന്നു. ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഏലിയാവ് എങ്ങോട്ടെങ്കിലും അങ്ങ് ഓടുമായിരുന്നോ? അതോ ഏലിയാവിൻ്റെ ഓട്ടത്തിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏലിയാവ് എങ്ങോട്ടാണ് ഓടിപ്പോയതെന്നുള്ളതാണ്. നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ആദ്യം വണ്ടിക്കകത്ത് കയറി നമ്മുടെ ഫോൺ എടുത്തിട്ട് GPS എടുത്ത് നമുക്ക് പോകേണ്ട ആ സ്ഥലം ലൊക്കേഷനായിട്ട്, ഡെസ്റ്റിനേഷനായിട്ട് ഇടും അല്ലേ? അതിനുശേഷം GPS കാണിക്കുന്നത് അതുപോലെ അങ്ങ് ഫോളോ ചെയ്യും. അതെങ്ങോട്ടൊക്കെ പോകുന്നോ നമ്മൾ ലെഫ്റ്റോ റൈറ്റോ തിരിയാതെ GPS അതുപോലെ ഫോളോ ചെയ്തേ നമ്മൾ പോകത്തുള്ളൂ. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ഇത് കാണിക്കുന്ന ആ റൂട്ട് അതുപോലെ ഫോളോ ചെയ്തേ പറ്റും. ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഏലിയാവ് ഇസബേലിൻ്റെ ആ ഒരു വെല്ലുവിളി കണ്ടിട്ട് അവിടുന്ന് ഭയപ്പെട്ട് ജീവനെ രക്ഷിക്കാനായിട്ട് ഓടിപ്പോകുന്നു എന്ന് നമ്മൾ ആ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അവിടുന്ന് താഴേക്ക് വായിക്കുമ്പോൾ ഏലിയാവ് പോയ ആ ഒരു റൂട്ട് നമുക്ക് മനസ്സിലാകും. എന്തോ മനസ്സിലൊരു ഡെസ്റ്റിനേഷൻ, മനസ്സിനകത്തെ GPS ഒരു ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് അതിനെ ഫോളോ ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. 3-ാം വാക്യത്തിൽ പറയുന്നത്, ഏലിയാവ് അവിടുന്ന് എഴുന്നേറ്റ് ബേർഷീബ ഇൻ ജൂഡ അവിടേക്ക് പോയി. ഹി ലെഫ്റ്റ് സെർവൻ്റ്, അവൻ്റെ ദാസനെ, ബാല്യക്കാരനെ ബേർഷീബയിൽ ആക്കി എന്ന് 3-ാം വാക്യത്തിൽ പറയുന്നു. അപ്പോൾ നമുക്കിതൊക്കെ ആ റൂട്ടൊന്ന് മനസ്സിലാവണമെങ്കിൽ ഉണ്ടല്ലോ, ചെറുതായിട്ടൊരു ജിയോഗ്രഫി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് നോർത്തേൺ കൺട്രിയും ജൂഡ എന്ന് പറയുന്നത് സദേൺ കൺട്രിയും. ഇത് ശരിക്കും ഒറ്റൊരു രാജ്യമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, റെഹോബോം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അത് വിഭാഗിച്ച് 2 രാജ്യമായിട്ട് മാറി. വടക്ക് ഭാഗത്ത് ഇസ്രായേലും തെക്ക് ഭാഗത്ത് യൂദായും. അപ്പം ഇസ്രായേലിലെ ജസ്രീൽ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഏലിയാവും ആഹാബും ജെസബേലും താമസിച്ചുകൊണ്ടിരുന്നത്. ആ ജസ്രീലിൽ നിന്ന് ഇറങ്ങി ഓടി ഇസ്രായേലിൽ നിന്ന് പുറത്തിറങ്ങി യഹൂദയിലുള്ള ബേർഷീബയിൽ വന്നു. ഇവിടെ വന്ന് തൻ്റെ ബാല്യക്കാരനെ പാർപ്പിച്ചു. അതായത് ഇസ്രായേലിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ജെസബേലിന് ബാല്യക്കാരനെ തൊടാൻ ഒക്കത്തില്ല. ബാല്യക്കാരനെ സേഫ് സ്ഥലത്താക്കി. ഈ ഒരു ഡയറക്ഷൻ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ബേർഷീബ എന്ന് പറയുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, ദാൻ മുതൽ ബേർഷീബ വരെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ബൈബിളിൽ നമ്മളത് സംഖ്യാപുസ്തകമല്ല, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിലൊക്കെ ദാൻ മുതൽ ബേർഷീബ വരെ എന്ന് പലവട്ടം വായിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഒറ്റ രാജ്യമായിട്ടിരുന്നപ്പോൾ രാജ്യത്തെ അങ്ങേ മേളത്തെ ഒരു പട്ടണമാണ് ദാൻ, ഏറ്റവും താഴത്തെ പട്ടണമാണ് യഹൂദയിലെ ഏറ്റവും താഴത്തെ പട്ടണമാണ് ബേർഷീബ. ഈ ഇസ്രായേലിനെ മുഴുവനും എന്ന് കാണിക്കാൻ വേണ്ടി പറയുന്ന ഒരു പദമായിരുന്നു. അപ്പോൾ ബേർഷീബ എന്ന് പറയുന്നത് യഹൂദയിലെ ഏറ്റവും താഴെ ഒരു സ്ഥലം. ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ ഒരു 160 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെ തൻ്റെ ദാസനെ ആക്കിയിട്ട് അവിടെ 4-ാം വാക്യത്തിൽ പറയുന്നു, ഏലിയാവ് അവിടെ നിന്നില്ല. അവിടുന്ന് ഏലിയാവ് പിന്നെയും താഴേക്കൊരു യാത്രയാണ്, സൗത്തിലേക്ക്. പിന്നെയും ഈ ബേർഷീബ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് യാത്ര ചെയ്താൽ യഹൂദയിലെ മരുഭൂമിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ മരുഭൂമിയിലോട്ട്, എന്തിനാ ഈ മരുഭൂമിയിലോട്ട് പോകുന്നത്? മരുഭൂമിയിലോട്ട് ഒരു ദിവസത്തെ യാത്ര ദൂരം പോയതിന് ശേഷം തളർന്നു കഴിഞ്ഞപ്പോൾ ഒരു ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നു. ദൈവത്തോട് പറഞ്ഞു, മതി യഹോവേ, ഇനി നീ എന്നെ അങ്ങ് എടുത്തേക്ക്, എനിക്ക് മതി, ഇനി ശുശ്രൂഷയും വേണ്ട, ഒന്നും വേണ്ട, ഞാനങ്ങ് ക്ഷീണിച്ചു. അത് എന്തുകൊണ്ടാണ് ഏലിയാവേ നീ ഒരു ദിവസത്തെ യാത്ര ഈ മരുഭൂമിക്കകത്തേക്ക് പോകുന്നത്? എങ്ങോട്ടെങ്കിലും പോകാൻ ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടല്ലേ? ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, അവിടെ ഞാൻ ഈ ഭാഗം വായിച്ചപ്പോഴുണ്ടല്ലോ, നേരത്തെ ഒക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഏലിയാവ് ഇങ്ങനെ ദൈവത്തോട്, മതി യഹോവേ, എന്നെ അങ്ങ് എടുത്തേക്ക്. ഏലിയാവിന് ഡിപ്രഷൻ അടിച്ച് കാണും. കാരണം ചെറിയ പ്രശ്നം വല്ലതും ആണ്, വലിയ വലിയ പ്രശ്നങ്ങളല്ലേ. അത് മാത്രമല്ല, അതിനുശേഷം ഞാൻ ഓർത്തിട്ടുണ്ട് ചിലപ്പോൾ വല്ല സൂയിസൈഡൽ ടെൻഡൻസി വന്നിട്ട് പറയുന്നതായിരിക്കുന്നത്. പക്ഷേ ഈ ഭാഗം ഞാൻ ശരിക്കും വീണ്ടും ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദൈവാത്മാവ് തന്ന ഒരു ചിന്തയാണ് ഞാൻ ഈ പറയുന്നത്. ഏലിയാവ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, കർമ്മേലിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയതിന് ശേഷം അവിടുന്ന് ആഹാബിനോട് നീ പോയി ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ഏലിയാവ് ഭക്ഷണം കഴിക്കുന്നില്ല. അന്ന് ദിവസം മുഴുവനും
പട്ടിണി നിൽക്കുക, ഒന്നും കഴിച്ചിട്ടില്ല. എന്നിട്ട് വൈകുന്നേരം ആഹാവ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് ഒരൊറ്റ ഓട്ടം, ആ മഴ മഴ നനയുന്നതിന് മുമ്പേ ആഹാവിൻ്റെ രഥത്തെക്കാട്ടി മുൻപേ ഓടി യെസ്രയേലിലെത്തി. അപ്പോൾ ഈ ജെസ്രയേലിൽ കർമ്മൽ ടു ജെസ്രയേൽ എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് ഒരു 35 to 40 കിലോമീറ്റേഴ്സ് ദൂരമാണ്. അത്രയും ദൂരം അദ്ദേഹം ഓടി അവിടെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസബേലിൻ്റെ ഈ ത്രെറ്റ് വന്നു. ഈ ഹിന്ദിയിൽ നമ്മൾ ധംകി എന്ന് പറയുന്നത്, ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയുന്ന അത് കണ്ടപ്പോഴത്തേനും അവിടുന്ന് ഇറങ്ങി ഈ ബേർഷേബ വരെ ഓടി. ജെസ്രയേൽ ടു ബേർഷേബ എന്നുള്ള ഡിസ്റ്റൻസ് തന്നെ 160 കിലോമീറ്ററാണ്. അത്രയും ദൂരം വന്നിട്ട് തൻ്റെ ദാസനെ അവിടെ പാർപ്പിച്ചിട്ട് അവിടുന്ന് ഒരു ദിവസത്തെ യാത്ര മരുഭൂമിയിൽ കൂടെ. ഈ യഹൂദ മരുഭൂമി എന്ന് പറയുന്നത് അത് ഗൾഫിലൊക്കെ താമസിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് പറയുമ്പോൾ മനസ്സിലാകും മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയുടെ സുഖം എന്താണെന്ന്. അത് മാത്രമല്ല, യഹൂദ മരുഭൂമി എന്ന് പറയുന്നത് പ്ലെയിനായിട്ട് കിടക്കുന്ന മരുഭൂമിയല്ല, താഴ്വരയും കുന്നുമാണ്. അതിനകത്തൂടെയുള്ള യാത്ര അത്ര എളുപ്പമല്ല. ഒരു ദിവസത്തെ യാത്രയാണ് അതിനകത്തൂടെ യാത്ര ചെയ്തത്. അപ്പോൾ ഈ മനുഷ്യൻ എന്തുമാത്രം ശാരീരികമായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ശ്രദ്ധിച്ചോ. ഇത്രയധികം ഓടുന്നു, യാത്ര ചെയ്യുന്നു, ഭക്ഷണം കഴിക്കാൻ സമയമില്ല. അപ്പം ഈ ചൂരച്ചെടി കണ്ടപ്പോഴത്തേന് അതിൻ്റെ കീഴിൽ വന്ന്, ഈ ചൂരച്ചെടി എന്ന് പറയുന്ന വലിയൊരു മരമൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയൊരു ഒരു ബുഷ്, ഒരു ഷ്രബ്ബാണ്. അതിന് കീഴിൽ വന്ന് അങ്ങ് കിടന്നു. ദൈവത്തോട് ആ ഒരു ക്ഷീണം കാരണം ദൈവത്തിന് വേണ്ടി ഇത്രയും തീക്ഷ്ണതയോടുകൂടെ നിൽക്കുന്ന മനുഷ്യൻ സൂയിസൈഡ് ആയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ടയേർഡ്നെസ്, നമ്മുടെ ശരീരം അങ്ങ് ക്ഷീണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ഓൾറെഡി മനസ്സിൽ ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ട്. അന്നേരം എല്ലാം കൂടെ അങ്ങ് ഡ്രെയിനായി പോകും. ഇമോഷണലി ഡ്രെയിനായി, ശരീരം കൊണ്ട് ഡ്രെയിനായി, ഫിസിക്കലി ഇമോഷണലി സ്പിരിച്വലി മെൻ്റലി എല്ലാം അങ്ങ് ഡ്രെയിനായി. ദൈവത്തോട് പറയാം, മതി കർത്താവേ, എന്നെ അങ്ങ് എടുക്ക്, ഇറ്റ്സ് ഇനഫ്, എനിക്കിനി ശുശ്രൂഷയൊന്നും ചെയ്യണ്ട. അപ്പം അങ്ങനെ ഇരുന്നിടത്ത് അവിടെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ചൂടപ്പവും വെള്ളവും ഏലിയാവിന് കൊടുക്കുക. ഏലിയാവിനെ ഉണർത്തി, നീ ഭക്ഷണം കഴിക്കും, നിനക്ക് ഇപ്പോൾ വേണ്ടിയത് ഭക്ഷണമാണ്. ഏലിയാവ് ഭക്ഷണം കഴിച്ചിട്ട് ആ ക്ഷീണം കാരണം വീണ്ടും കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ദൂതൻ പറഞ്ഞോ നീ ഉറങ്ങണ്ടെന്ന്? പറഞ്ഞില്ല. നീ ഉറങ്ങിക്കോ. ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്നു. വീണ്ടും ഭക്ഷണവും വെള്ളവുമായിട്ട് വന്നു. പിന്നെയും ഉണർത്തി. എന്നിട്ട് ഏലിയാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് ബഹുദൂരം യാത്ര ചെയ്യേണ്ടത്, ഫോർ യുവർ ജേർണി ഈസ് ടു ലോങ് ഫോർ യു, അതുകൊണ്ട് നീ ഭക്ഷണം കഴിക്കും. അപ്പം ഞാൻ അവർക്ക് ഈ ദൂതൻ്റെ പറച്ചിൽ കേട്ടാലോ, ദൂതന് ഏലിയാവിൻ്റെ ഡെസ്റ്റിനേഷൻ എന്തുവാണെന്നറിയാം. ദൂതനറിയാം നിൻ്റെ യാത്ര, നീ ഉദ്ദേശിച്ചിരിക്കുന്ന യാത്ര അത്ര ചെറിയ യാത്രയൊന്നുമല്ല, എനിക്കറിയാം, അതുകൊണ്ട് നീ വല്ലതും ഭക്ഷണം കഴിക്കുക. അങ്ങനത്തെ ഒരു പറച്ചിലേ ദൂതന് ഇവിടെ പറയുന്നത്. നിൻ്റെ യാത്ര ഇച്ചിരി ദൂരമുള്ളതല്ല, നീ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഏലിയാവിൻ്റെ ഉള്ളിലൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതെന്താ ഏലിയാവ്? എങ്ങോട്ടാണ് ഈ യാത്ര? ഏലിയാവ് എങ്ങോട്ടാണ് പോയെന്നറിയോ? ആ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ബലത്തിൽ 40 ദിവസവും 40 രാവും ആ യഹൂദ മരുഭൂമിയിൽ കൂടെ നടന്ന് സൗത്തിലേക്ക് നടന്ന് പോയി എത്തുന്നത്, ദൈവവചനം പറയുന്ന യഹോവയാകുന്ന ദൈവത്തിൻ്റെ പർവ്വതമാകുന്ന ഹോരേബ് പർവ്വതത്തിലേക്ക്. ഈ ഹോരേബ് പർവ്വതം എന്ന് പറയുന്നതും സീനായി പർവ്വതം എന്ന് പറയുന്നതും ഒരേ പർവ്വതമാണ്. ഈ പർവ്വതത്തിലാണ് ആകാശത്തെയും ഭൂമിയെയും സകലത്തെയും സൃഷ്ടിച്ച ദൈവം മോശയെ കാണാനായിട്ട് ഇറങ്ങി വന്ന് മോശയോട് മുഖാമുഖം സംസാരിക്കുന്നത്. ഈ പർവ്വതത്തിൻ്റെ മുകളിലാണ്. ഈ പർവ്വതത്തിൽ വെച്ചാണ് ഇസ്രായേലിനുള്ള ന്യായപ്രമാണം ദൈവം കൊടുക്കുന്നത്. ഏലിയ പറയാണ്, എനിക്ക് ദൈവത്തെ നേരിട്ട് കണ്ടേ പറ്റൂ. ഈ ഇസബേൽ എന്നെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഇനിയും മുന്നോട്ട് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ദൈവവുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ, ഒരു മുഖാമുഖം എൻകൗണ്ടർ എനിക്ക് ലഭിച്ചേ മതിയാകും. അതുകൊണ്ടാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ ജിയോഗ്രഫിയൊക്കെ പറയാൻ കാരണം ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്. ഏലിയാവേ, നിനക്ക് യെരുശലേമിൽ പോയാൽ പോരായിരുന്നു? യെരുശലേമിൽ അവിടെ ദേവാലയം ഉണ്ടല്ലോ. കാരണം ഈ ജെസ്രയേലിൽ നിന്നിറങ്ങി ബേർഷേബയിലോട്ട് ഈ 160 കിലോമീറ്റർ നടന്നു വരുമ്പം അതിൻ്റെ ഓൺ ദ വേയിലാണ് ഈ ജെറുസലേം. ഈ ബേർഷേബ വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല, അത്രയും ദൂരം ഇല്ല ജെറുസലേമിൽ ദേവാലയമുണ്ട്. ദേവാലയത്തിലാണ് എല്ലാ ഇസ്രായേലും പോയി പ്രാർത്ഥിക്കുന്നത്. ഏലിയാവും നേരത്തെ പോയിട്ടുണ്ട്. പക്ഷേ ഏലിയ വേണ്ട, പറ്റത്തില്ല, പഴയ അനുഭവം വേണ്ട, പഴയ എനിക്കത് പോരാ, എനിക്കൊരു പുതിയ എൻകൗണ്ടർ കിട്ടിയേ മതിയാകും. ഐ നീഡ് എ ഫ്രഷ് ടച്ച്.
ടച്ച്, എ ഫ്രഷ് അനോയിൻറ്റിങ് ഫ്രം ദ ലോർഡ്, എ ഫ്രഷ് ഒരു എൻകൗണ്ടർ, ഫേസ് ടു ഫേസ് എൻകൗണ്ടർ. ദൈവം എന്നോട് സംസാരിക്കാതെ, എനിക്ക് പുരോഹിതന്മാർക്ക് യാഗം അർപ്പിച്ച് പുരോഹിതന്മാരുടെ നിന്നും കേൾക്കണ്ട, ലേവ്യരുടെ നിന്നും കേൾക്കണ്ട, ദൈവത്തിൽ നിന്ന് നേരിട്ട് കേട്ടേ മതിയാകും. അതിനായിട്ട് ദൈവം മോശയോട് സംസാരിച്ച ആ ദൈവത്തിൻ്റെ പർവ്വതം, യഹോവയുടെ പർവ്വതത്തിൽ തന്നെ ഞാൻ പോകും. ആ ദൂരം എന്ന് പറയുന്നത് ചെറിയ ദൂരമൊന്നുമല്ല. ഇപ്പോഴത്തെ നമ്മുടെ ബൈബിൾ സ്കോളേഴ്സൊക്കെ വിശ്വസിക്കുന്ന പൊതുവെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ, സീനായ് പർവ്വതം എന്നറിയപ്പെടുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈജിപ്തിലുള്ള ജബൽ മൂസ എന്ന് പറയുന്ന ആ പർവ്വതമാണ്. അത് ഈ ഏലിയാവായിരുന്ന സ്ഥലത്തുനിന്ന് ഈ ജബൽ മൂസ വരെ 420 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പം വേറെ ഒരു റീസെൻ്റായിട്ട്, അധികം നാളുകളായിട്ടില്ല, റീസെൻ്റായിട്ടുള്ളൊരു കണ്ടുപിടുത്തം ചില ബൈബിൾ സ്കോളേഴ്സ്, അവരുമായിട്ട് എല്ലാവരും യോജിക്കുന്നുമില്ല, ബാക്കിയുള്ള ബൈബിൾ സ്കോളേഴ്സ് യോജിക്കുന്നില്ല. പക്ഷെ ചില ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് ജബൽ മൂസ അല്ല, പക്ഷെങ്കിൽ സൗദി അറേബ്യയിൽ വേറൊരു പർവ്വതമുണ്ട്, അതിനെ പറയുന്നത് ജബൽ അൽ ലൗസ്. ആ പർവ്വതമാണ് ശരിക്കുമുള്ള സീനായ് പർവ്വതം, അതായത് ഈജിപ്തിലുള്ള ജബൽ മൂസ അല്ല എന്ന് പറയുന്ന ഒരു കൂട്ടവും ഉണ്ട്. സൗദി അറേബ്യയിലെ ഈ പർവ്വതമാണെങ്കിലും ഈജിപ്തിലെ ഈ പർവ്വതമാണെങ്കിലും ഭയങ്കര ദൂരം. ഈജിപ്തിലെ പർവ്വതത്തിൽ ഏലിയാവ് ഇരുന്നിടത്തുനിന്ന് 420 കിലോമീറ്ററും, സൗദി അറേബ്യയിലെ പർവ്വതമായിരുന്നെങ്കിൽ അവിടോട്ട് ഏലിയാവ് പോയിരുന്നെങ്കിൽ 392 കിലോമീറ്ററും ഉണ്ട്. അത്രയും ദൂരം ഏലിയാവ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഏലിയാവിന് ദൈവവുമായിട്ട് എനിക്കൊരു മുഖാമുഖം വേണം എന്നുള്ള വാശി, അതല്ലാതെ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ഏലിയാവ് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഏലിയാവ് അത്രയും യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ പർവ്വതമായിരിക്കുന്ന ഹോരേബിൽ ചെന്നു. നമുക്ക് ബാക്കി കഥ അറിയാം. ദൈവം തൻ്റെ ദാസൻ്റെ ദാഹം കണ്ടിട്ട് ദൈവം ഇറങ്ങി വന്നു. ദൈവം ആ പർവ്വതത്തിൽ ഇറങ്ങി വന്നു. ദൈവമായിട്ടുള്ള ഏലിയാവിൻ്റെ ഇൻറ്റിമസി നമുക്കറിയാം. അവിടെ എർത്ത്ക്വേക്ക് ഉണ്ടായി, അവിടെ തീ ഉണ്ടായി, ലൈറ്റ്നിങ് വന്നു, ഇതെല്ലാം വന്നു. ഏലിയാവിനറിയാം ഇതിനകത്തൊന്നും ദൈവമില്ല, ഏലിയാവ് ഗുഹയ്ക്കകത്ത് തന്നെയായിരുന്നു. പക്ഷേ ചെറിയ ശബ്ദം കേട്ടപ്പോൾ ഏലിയാവ് പെട്ടെന്ന് പുറത്തിറങ്ങി വന്നു. കാരണം ആ ശബ്ദം കേട്ടപ്പോൾ ഏലിയാവിനറിയാം ഇത് യഹോവയുടെ ശബ്ദമാണ്. ഏലിയാവ് ദൈവമായിട്ടുള്ള ഇൻറ്റിമസി എന്ന് വെച്ചാൽ അത്രയ്ക്കും ഏലിയാവിന് ദൈവത്തെ അറിയായിരുന്നു. പക്ഷെ ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കാതെ ഇനി ഞാൻ ഒരു പടി മുന്നോട്ട് വെക്കത്തില്ലെന്നുള്ളൊരു വാശി. ദൈവം ഇറങ്ങി വന്നു. ഏലിയാവിനോട് മുൻപോട്ടുള്ള മിനിസ്ട്രിയുടെ ഡയറക്ഷൻസ് ദൈവം കൊടുത്തു. ഒരു ക്ലിയർ ഡയറക്ഷൻ, നീ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഏലിയാവ് ഭയപ്പെട്ടു, ശരിയാ, ഭയപ്പെട്ടു. പക്ഷേ അയ്യോ ഇനി എനിക്ക് ഇസ്രായേലിൽ നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുമല്ലായിരുന്നു. ഏലിയാവ് ഓടിപ്പോയത് ദൈവത്തെ കാണാൻ വേണ്ടി തന്നെയാണ്. കാരണം ദൈവത്തോടൊരു മുഖാമുഖം എൻകൗണ്ടറിന് ശേഷം ഏലിയാവ് എന്നതാ ചെയ്തത്? തിരിച്ച് ഇസ്രായേലിൽ തന്നെ പോയി. ബാക്കിയുള്ള ജീവിതം മുഴുവൻ ഇസ്രായേലിലാണ് ജീവിച്ചേ, അവിടെയാണ് പ്രവർത്തിച്ചത്. ഏലിയാവിന് ഇസബേലിനെ പേടിച്ചിട്ടല്ല, പക്ഷേ ഇവളെ ഇനി മുൻപോട്ട് നേരിടണമെങ്കിൽ എനിക്കൊരു പുതിയ അഭിഷേകം വേണം എന്നുള്ള വാശിയും കൊണ്ടാണ് ഏലിയാവ് അവിടെ നിന്ന് ഓടിപ്പോയത്. ഹല്ലേലൂയ. ദൈവം ഏലിയാവിൻ്റെ ആഗ്രഹം നിറവേറ്റി. ഏലിയാവിൻ്റെ ആത്മീയ നീഡ് മാത്രമല്ല, ഫിസിക്കൽ നീഡ് മാത്രമല്ല, ഇമോഷണൽ നീഡും കൂടെ. അവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അബേൽ മെഹോലായി പോയി ഷാഫാത്തിൻ്റെ മകനായിരിക്കുന്ന ഏലീഷായെ അഭിഷേകം ചെയ്യണം, നിനക്ക് പകരക്കാരനായിട്ട് മുൻപോട്ട് ഈ ശുശ്രൂഷ കൊണ്ടുപോകാൻ. ആ ഒരു അഭിഷേകം, ആ ഒരു പ്രവൃത്തി ഏലിയാവിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ചേഞ്ച് നമുക്ക് അവിടെ നിന്ന് തൊട്ട് കാണാൻ സാധിക്കും. അന്ന് വരെ ഏലിയാവ് ഒറ്റയ്ക്ക് നടന്നൊരു മനുഷ്യൻ, ഏലിയാവിന് കൂട്ടാരുമില്ലായിരുന്നു. ഈ ഇസ്രായേൽ മുഴുവനും ഏലിയാവിനോട് കൂടെ നിന്ന് എപ്പോഴെന്നറിയോ? എല്ലാം ഓക്കെ ആയിരുന്നു, സ്വർഗത്തിൽ നിന്ന് തീയൊക്കെ ഇറങ്ങിയപ്പോൾ. പക്ഷേ ഇസബേൽ വെല്ലുവിളിച്ചപ്പോഴോ ഒരൊറ്റ മനുഷ്യൻ കൂടെ നിന്നില്ല. നമുക്കും ഇങ്ങനത്തെ കൂട്ടുകാരുണ്ടില്ലേ? നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ കൂട്ടുകാരുണ്ട്. എല്ലാം ഓക്കെ ആകുമ്പോൾ ഹേയ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹവും കാണിച്ചുകൊണ്ട് വരും. പക്ഷെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഏറണ്ടിട്ട് നോക്കിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഏലിയാവിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, മോനെ ഇനിയും തൊട്ട് അങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം. ദൈവം കാണിച്ചു തന്ന ആളിനെ ഏലിയാവ് അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഏലീഷയെക്കുറിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്ന ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ച മനുഷ്യൻ എന്ന് പറയുന്നു. അതായത് ഏലിയാവിൻ്റെ അവസാന നിമിഷം വരെ ഏലിയാവിനെ വിട്ടുമാറാതെ ഏലിയാവിനോട് പറ്റിച്ചേർന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഏലീഷ. അത് നമുക്ക് കാണാൻ സാധിക്കും. ഏലിയാവ് അവസാനം എലീഷയോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരണ്ട, നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് എലീഷ പറഞ്ഞില്ല, ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോകത്തില്ല. അതുപോലെ ഏലിയാവിൻ്റെ ലോൺലിനെസ്സിനെ പോലും ദൈവം മാറ്റിക്കൊടുത്തു. ആ ഒരു എൻകൗണ്ടറിൽ നടന്ന വ്യത്യാസങ്ങൾ ഭയങ്കര വ്യത്യാസങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന. പ്രിയ ദൈവമക്കളെ,
നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ വലിയ വലിയ ചാലഞ്ചസ് വരുമ്പോൾ, വലിയ വലിയ വെല്ലുവിളികൾ വരുമ്പോൾ, നമുക്ക് ഈ പഴയ അനുഭവം കൊണ്ടിരുന്നാൽ പോരാ. നമുക്കൊരു പുതിയ അഭിഷേകം, ഒരു അഭിഷേകം എന്നല്ല, അതിന് പറയുന്ന ഒരു പുതിയൊരു എൻകൗണ്ടർ, ഒരു ഫ്രഷ് എൻകൗണ്ടർ വേണം. ഇതൊക്കെ മനസ്സിലാക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടാവും. പക്ഷേ ആത്മീയമായിട്ട് നോക്കിയാൽ, ദൈവവചനത്തിൽ നോക്കിയാൽ ഇതിനകത്തൊക്കെ ഒത്തിരി ആഴമുണ്ട്. നമ്മളുടെ ചില പ്രശ്നങ്ങൾ നമുക്ക് മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, ശുശ്രൂഷ മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നേ മതിയാവൂ. പറഞ്ഞേ പറ്റൂ, അപ്പം നീ എന്നെ നേരിട്ടൊന്ന് തൊടാതെ ഞാൻ ഇവിടുന്ന് അനങ്ങത്തില്ല. അങ്ങനെ ദൈവസന്നിധിയിൽ ആ ഒരു ദാഹം കൊണ്ടിരുന്നുണ്ടല്ലോ, സാക്ഷാൽ ദൈവം ഇറങ്ങി വരും. സാക്ഷാൽ പരിശുദ്ധാത്മ വ്യക്തമായ ഗൈഡൻസ് തരും. ചിലരുടെയൊക്കെ കേസിൽ ആരെയൊക്കെ കൂട്ടുകാരായിട്ട് എടുക്കണം, ആരെയൊക്കെ ചേർത്ത് പിടിക്കണം, ആരിൽ നിന്ന് അകന്ന് നിൽക്കണം എന്ന് വരെ ഏലിയാവിനോട് പറഞ്ഞു കൊടുത്തതുപോലെ ദൈവം പറഞ്ഞു തരും. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൽ നിന്ന് നേരിട്ട് ഗൈഡൻസ് പ്രാപിക്കാൻ, ദൈവസന്നിധിയിൽ ഇരിക്കാൻ, ദൈവമേ നീ എന്നെ ഒന്ന് ടച്ച് ചെയ്തേ മതിയാകൂ എന്ന് പറയാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി തരട്ടെ. മുൻപോട്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, പ്രത്യേകിച്ച് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഏലിയാവ് നേരിട്ടതുപോലെ വളരെയധികം നമ്മളെ ഇമോഷണലി മെൻ്റലി ഡ്രെയിൻ ചെയ്യുന്ന അവസ്ഥകൾ വരുമ്പോൾ വേറെ എങ്ങോട്ടും പോകണ്ട, അപ്പൻ്റെ സന്നിധിയിലേക്ക് ഓടിയാൽ മതി. അപ്പൻ നേരിട്ട് സംസാരിക്കും, അപ്പൻ കാര്യങ്ങൾ പറഞ്ഞു തരും. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.